2027 ജനസംഖ്യാ സെൻസസിൻ്റെ രണ്ടാം ഘട്ടം അടുത്ത ഫെബ്രുവരിയിൽ നടക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ജാതി സെൻസസിന് കൂടിയായിരിക്കും ഇവിടെ സാഹചര്യമൊരുങ്ങുന്നത്. ജനസംഖ്യാ സെൻസസിനായി 40 ചോദ്യങ്ങളടങ്ങുന്ന ചോദ്യാവലിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിജ്ഞാപനം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ ജാതി രേഖപ്പെടുത്താനുള്ള ചോദ്യങ്ങളുമുണ്ട്. സെൻസസ് ഷെഡ്യൂളിലെ 10ാമത്തെ ചോദ്യമായാണ് മതം ചോദിക്കുന്നതിന് പിന്നാലെ പട്ടികജാതിയാണോ പട്ടികവർഗമാണോ എന്ന് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ പട്ടികജാതി വിഭാഗങ്ങളുടെ ജാതി കണക്കാക്കുന്നത് ഇതാദ്യമായാണ് എന്നതാണ് ഈ സെൻസസിനെ സവിശേഷമാക്കുന്നത്. ഇതടക്കം 40 ചോദ്യങ്ങൾ ജനസംഖ്യാ സെൻസസിനായി ചോദിക്കപ്പെടും. ആധാർ നമ്പരും മൊബൈൽ നമ്പരും മുതൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിൻ്റെ വിവരങ്ങളടക്കം ചോദിച്ചായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാകുക. വ്യക്തിയുടെ പേരും ഗൃഹനാഥനുമായുള്ള ബന്ധം മുതൽ വൈവാഹിക നില, കുട്ടികളുടെ എണ്ണം അടക്കം ചോദ്യങ്ങളിലുണ്ട്. നാഷണാലിറ്റിയും മതവും ജാതിയും ഭാഷയും ചോദിക്കും. ജന്മസ്ഥലം, താമസസ്ഥലം, കുടിയേറ്റത്തിൻ്റെ കാരണമടക്കം വിശദമാക്കണം. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ലഭ്യത അടക്കം ചോദിച്ചുകൊണ്ടാണ് 40 ചോദ്യങ്ങളുടെ ചോദ്യാവലി തയ്യാറാക്കിയിട്ടുള്ളത്. പ്രവാസിയാണോ എന്നത് സംബന്ധിച്ച വ്യക്തമായ ചോദ്യം ഇപ്പോൾ ഇല്ലെങ്കിലും ജന്മസ്ഥലവും നിലവിലെ താമസസ്ഥലവും അടക്കമുള്ള ചോദ്യങ്ങൾ പ്രവാസികളെ കൂടി ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് വ്യക്തമാണ്. ആ 40 ചോദ്യങ്ങൾ ഇതാണ്: അംഗത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ പേര്, ഗൃഹനാഥനോ ഗൃഹനാഥയോ ആയുള്ള ബന്ധം, ലിംഗം, ജനന തീയതിയും ജനന വർഷവും, നിലവിലെ വൈവാഹിക നില അഥവാ വിവാഹിതരാണോ അവിവാഹിതരാണോ, വിധവയോ വിഭാര്യനോ ആണെന്നത് വ്യക്തമാക്കണം. വിവാഹിതരായ പ്രായവും ചോദ്യത്തിലുണ്ട്. ഇണയുടെ പേരും നൽകണം. ദേശീയത അഥവാ ഇന്ത്യനാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പിന്നെ മതം, ജാതി, പട്ടികജാതിയാണോ പട്ടികവർഗമാണോ എന്ന് വിശദമാക്കണം. അച്ഛൻ്റെ വിവരങ്ങളും അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകണം. വൈകല്യമുണ്ടെങ്കിൽ അതും ഉത്തരത്തിൽ വിശദമാക്കണം. ഭാഷയാണ് 14ാമത്തെ ചോദ്യം. മാതൃഭാഷയും അറിയാവുന്ന മറ്റു ഭാഷകളും ഏതൊക്കെ എന്ന് വ്യക്തമാക്കണം. സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതാ നിലയും ചോദിച്ചു കഴിഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഹാജർ നിലയും വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം നേടിയിട്ടുള്ള ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും അത് ഏത് സ്ട്രീമിലാണ് എന്നതും ചോദ്യത്തിന് ഉത്തരമായി നൽകണം. മുൻവർഷത്തിൽ ജോലി ചെയ്തതിൻ്റെ വിവരം, ഏതു സാമ്പത്തിക പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്, ജോലി എന്താണ്, ജോലി ചെയ്യുന്ന വ്യവസായത്തിൻ്റെയോ അതല്ലെങ്കിൽ വ്യാപാര സ്ഥാപനത്തിൻ്റെയോ സ്വഭാവം, ഏതു വിഭാഗം തൊഴിലാളിയാണ്, ഇതെല്ലാം വിശദമാക്കണം. മാർജിനലോ സെമി മാർജിനലോ ആയ തൊഴിലാളികളല്ലാത്തവർ ഏർപ്പെട്ടിട്ടുള്ള സാമ്പത്തികേതര പ്രവർത്തനങ്ങളെക്കുറിച്ചും ചോദ്യമുണ്ട്. ജോലി അന്വേഷിക്കുന്നവരാണോ അല്ലയോ എന്നും ജോലി സ്ഥലത്തേക്കുള്ള യാത്രയും വ്യക്തമാക്കണം. 26 മുതൽ 33 വരെ ചോദ്യങ്ങൾ ജന്മസ്ഥലവും താമസസ്ഥലവും സംബന്ധിച്ചും വൈവാഹിക നില സംബന്ധിച്ചുമുള്ളതാണ്. ജന്മസ്ഥലം, അവസാന താമസസ്ഥലം എന്നിവയ്ക്കൊപ്പം കുടിയേറ്റത്തിനുള്ള കാരണം കൂടി വിശദമാക്കണം. അവസാന കുടിയേറ്റത്തിന് ശേഷം ആ ഗ്രാമത്തിലോ അല്ലെങ്കിൽ പട്ടണത്തിലോ താമസിച്ച കാലയളവും ചോദ്യത്തിലുണ്ടാകും. ഒപ്പം സ്ഥിരതാമസത്തിൻ്റെ വിലാസവും നൽകണം. ഇതോടെ പ്രവാസികളാണോ അല്ലയോ എന്നത് സംബന്ധിച്ച ചോദ്യവും ഇതിൽ ഉൾപ്പെടുന്നു. പ്രവാസിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിനാണ് ജന്മസ്ഥലം, നിലവിലെ താമസസ്ഥലം, കുടിയേറ്റത്തിൻ്റെ കാരണം, എത്ര കാലമായി ഇപ്പോഴത്തെ താമസസ്ഥലത്ത് താമസിക്കുന്നു എന്നീ ചോദ്യങ്ങളടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്ഥിരമായ മേൽവിലാസം കൂടി നൽകുന്നതോടെ പ്രവാസിയാണെങ്കിലും ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുമാകും.
വൈവാഹിക നിലയും കുഞ്ഞുങ്ങളുടെ എണ്ണവുമാണ് അടുത്ത 3 ചോദ്യങ്ങൾ. വിവാഹിതർ, വിധവകൾ, വിവാഹമോചിതർ, വേർപിരിഞ്ഞ സ്ത്രീകൾ എന്നിവർ നിലവിൽ ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ എണ്ണം, ഇതുപോലെ ജനിച്ച കുട്ടികളുടെ എണ്ണവും നൽകണം. വിവാഹിതരായ സ്ത്രീകൾ കഴിഞ്ഞ 1 വർഷത്തിനിടെ ജനിച്ച കുട്ടികളുടെ എണ്ണവും വിശദമാക്കേണ്ടതുണ്ട്. കോവിഡ് വാക്സിനേഷൻ സംബന്ധിച്ച ചോദ്യത്തിനും മറുപടി നൽകണം. കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ച സ്ഥലം, ബാങ്ക് അക്കൗണ്ടുകളുടെ ആകെ എണ്ണം, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ എന്നിവ ഉണ്ടെങ്കിൽ ഇവ രണ്ടും ലഭ്യമാക്കണം. ലഭ്യമെങ്കിൽ വോട്ടർ ID നമ്പരും നൽകണം. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമയാണെങ്കിൽ പാസ്പോർട്ട് നമ്പരും, ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ളയാളാണെങ്കിൽ അതിൻ്റെ വിവരവും നൽകണം. വിശ്വസനീയവും സമ്പൂർണവുമായ ഒരു ഡിജിറ്റൽ സെൻസസിനായി ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. കേരളത്തിൽ ജനസംഖ്യാ സെൻസസിൻ്റെ 2ാം ഘട്ടമായ ജനസംഖ്യ എണ്ണൽ പ്രക്രിയ 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക. അതിലേക്കായാണ് 40 ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വീട്ടിലെ ഓരോ അംഗങ്ങളോടും ചോദ്യങ്ങൾ ചോദിച്ച് വിവരശേഖരണം നടത്തും. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID, ലൈസൻസ് തുടങ്ങിയ രേഖകളും കയ്യിൽ വെക്കേണ്ടി വരും. ജനസംഖ്യാ സെൻസസിൻ്റെ പോപ്പുലേഷൻ എന്യൂമറേഷൻ്റെ പ്രീ ടെസ്റ്റ് ജൂലൈ 1 മുതൽ 20 വരെ 16 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടന്നിരുന്നു. ഇതിനുശേഷമാണ് ഔദ്യോഗിക പോപ്പുലേഷൻ എന്യൂമറേഷൻ നടക്കാനിരിക്കുന്നത്. ഔദ്യോഗിക പോപ്പുലേഷൻ എന്യൂമറേഷൻ ആദ്യം നടക്കുക ലഡാക്കിലും ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലുമാണ്. ഇതിനുശേഷമായിരിക്കും 2027 ഫെബ്രുവരിയിൽ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുക. ലഡാക്ക് അടക്കമുള്ള മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ ജനസംഖ്യാ സെൻസസ് നടക്കുന്നതിന് മുന്നോടിയായാണ് ഇപ്പോൾ ചോദ്യാവലി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 17 മുതൽ ലഡാക്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ സെൻസസ് ആരംഭിക്കും.